ഇന്ന് നമ്മളൊരു ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. അതൊരു അമ്പർല ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത്. അതായത് ഗൗൺ എന്നും പറയാം. അതായത് 48 ഇഞ്ച് ഇറക്കത്തിൽ 34 ഇഞ്ച് വണ്ണത്തിലാണ് നമ്മളൊരു ടോപ്പ് തയ്ക്കാൻ പോകുന്നത്. അമ്പർലയാണ്. ഒരു തുണി എടുക്കുന്ന രീതിയും കട്ട് ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ ക്ലാസ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ഇനി ഞാൻ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും പഠിപ്പിക്കുന്നുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. വാട്സപ്പിൽ വെറും 500 രൂപ ഫീസേ ഉള്ളൂ. 6 മാസത്തെ കോഴ്സാണ്. എല്ലാ മോഡൽ ചുരിദാർ, നൈറ്റി, ഫ്രോക്ക്, ഗൗണ്, കുട്ടികളുടെ ഉടുപ്പുകൾ, അതേപോലെ തന്നെ പുതിയ മോഡൽ ഉടുപ്പുകൾ, പുതിയ മോഡൽ നൈറ്റി ഫ്രോക്കുകളുണ്ടല്ലോ, അത് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതായത് ലോങ് ബ്ലൗസ്, സ്കേർട്ട്, ഇതെല്ലാം വെറും 500 രൂപ ഫീസേ ഉള്ളൂ. 6 മാസത്തെ കോഴ്സാണ്. വാട്സപ്പിലൂടെ ക്ലാസ് വരും. ഇത്തിരിയെങ്കിലും തയ്ക്കാൻ ചിലപ്പോൾ ചിലർക്ക് ഇച്ചിരി കട്ട് ചെയ്യാനും അറിയാം, തയ്ക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ അറിയാം, തയ്ക്കാൻ എന്തെങ്കിലും അങ്ങനെയുള്ള വ്യത്യാസങ്ങളായി. അപ്പോൾ എല്ലാ പേടിയും മാറ്റി എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചെയ്യാം. സെപ്പറേറ്റ് വീഡിയോ ഇട്ട് തരും. ക്ലാസ് എടുത്തവർക്ക് വാട്സപ്പിലൂടെ ലൈവ് ക്ലാസ് വരും. വാട്സപ്പിലൂടെ മെസ്സേജ് നിങ്ങൾ ചോദിക്കാൻ ഓരോ ഡൗട്ടിനും ഞാൻ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മെഷർമെൻ്റ് എടുത്ത് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുന്ന രീതി, കട്ട് ചെയ്യുന്ന രീതി, അതിൽ എത്ര ആഡ് ചെയ്ത് മെഷർമെൻ്റ് എടുത്തിട്ട് എങ്ങനെ വ്യത്യാസം എടുത്താൽ എത്ര കൂട്ടണം എന്നുള്ള രീതി എല്ലാം ക്ലിയറായിട്ടാണ് പറഞ്ഞു തരുന്നത്. ക്ലാസ് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ക്ലാസ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും. അപ്പോൾ ക്ലാസ് ചേരാൻ താല്പര്യമുള്ളവർ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്ക് ക്ലാസ് ചേരാം. ഇനി നമുക്ക് കട്ടിങ്ങിലോട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന അളവ് ടോപ്പിൻ്റെ ലെന്ത് വന്ന്, അതായത് ഇറക്കം 48 ഇഞ്ച്, അതായത് ചെസ്റ്റായിട്ട് വന്നേക്കുന്ന വണ്ണം 34, വേസ്റ്റ് ഭാഗത്ത് ചെസ്റ്റ് 34, ബ്രസ്റ്റ് 33, വേസ്റ്റ് ഭാഗത്ത് വണ്ണം വന്നേക്കുന്നത് 29, ബോഡി ഇറക്കം വന്നേക്കുന്നത് 16 ഫുള്ളിറക്കത്തിന് ബോഡി ഇറക്കം മൈനസ് ചെയ്യണം. ഷോൾഡർ 14, സ്ലീവ് 21.5 ഫുൾ സ്ലീവാണ്. ഫ്രണ്ട് നെക്ക് 6, ബാക്ക് നെക്ക് 2. ഈ അളവ് പ്രകാരം നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഇതൊരു സാരിയാണ് കേട്ടോ. ആദ്യം നമ്മൾ തുണിയെ കറക്റ്റ് 2ആയിട്ട് മടക്കണം. ഇപ്പോൾ സാരി ആണ്ട് നല്ല വീതിയും നീളമൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് തുണിയായാലും തുണിയെ ആദ്യം ഇങ്ങനെ 2ആയിട്ട് മടക്കണം. കണ്ടില്ലേ? മടക്കിയതിന് ശേഷം നമ്മളിനി ഇത് ക്രോസായിട്ടാണുള്ളത്. ആദ്യം സ്കേർട്ട് ഭാഗം കട്ട് ചെയ്യണം, അമ്പർലയല്ല. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാലൻസ് വരും. അതുകൊണ്ടാണ് ബോഡി പാർട്ട് സ്ലീവൊക്കെ കട്ട് ചെയ്യുന്നത്. ഓക്കെ. ആദ്യം 2ആയിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ തുണിയെ ക്രോസായിട്ട് മടക്കണം. കണ്ടോ? ഈ തുണിയെ ഈ കോർണർ ഉണ്ടല്ലേ, ഇത് തുണിയുടെ തേരുവശമാണ്. കണ്ടോ? നീളവശം കേട്ടോ. ഇതിനെ നമ്മൾ ഈ വശം പറയുന്നത് വീതി, അതേ വണ്ണം എന്ന് പറയും. ഇതിന് തുണിയുടെ തേരുവശമാണ് ഈ കര മുറിയാത്ത ഭാഗം. ഈ മുറിഞ്ഞ ഭാഗത്ത് പറയുന്നതിനാണ് വീതി എന്ന് പറയും. അത് നമ്മൾ വണ്ണമായിട്ടെടുക്കും. ഈ തേരുവശത്തെ ലെന്ത് ഇറക്കമായിട്ടെടുക്കും. ലെന്ത് എന്ന് പറയുമ്പോൾ ഇറക്കം. ഇങ്ങനെ ഈ 2ആയിട്ട് മടക്കിയതിന് ശേഷം ആദ്യം നമ്മൾ തുണിയെ ക്രോസായിട്ട് മടക്കും. ആദ്യം തുണിയെ ക്രോസായിട്ട് ഇങ്ങനെ മടക്കാം. ക്രോസായിട്ട് നിറപ്പോൾ ഞാൻ ഈ കോർണറിൽ നിന്ന് കണ്ടില്ലേ, ഇതിൽ നിന്ന് ഇങ്ങനെ മടക്കുന്ന. ഇപ്പോൾ കണ്ടോ? ക്രോസായില്ലേ? എന്നിട്ട് നമ്മൾ നേരെ പിടിച്ചു.
തുണിയെ രണ്ടായിട്ട് മടക്കിയതിന് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ മടക്കണം. മടക്കിയതിന് ശേഷം ഇനി നമുക്ക് ഞാനിത് ഒരു ഭാഗത്ത് എടുക്കുന്നുണ്ട്. ഇതേപോലെ ഞാൻ ഈ കട്ട് ചെയ്യുന്ന പോലെ ഒരു പീസ് കൂടെ എടുക്കണേ. സാരി വേണ്ട ലെന്ത് കൂടുതല, അതുകൊണ്ട് നമുക്ക് കുറച്ച് പകുതി കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് മടക്കിയിടും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് മടങ്ങുമ്പോൾ അത്രയും ഫ്ലെയർ കിട്ടത്തില്ല. അതുകൊണ്ടാണ് രണ്ടായിട്ട് മടക്കിയെടുക്കുക, 2 പ്രാവശ്യമായിട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ഫ്രണ്ട് വശത്ത് ബാക്ക് പീസിലേക്ക് വേറെ വെട്ടിയെടുക്കണം. ക്രോസായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കെടുക്കണം. നമുക്ക് വേണ്ടുന്ന ഇറക്കവും മണ്ണും എടുക്കണം. ബോഡി ഇറക്കത്തിന് വന്നേക്കുന്നത് 16 ഉള്ളിറക്കം വന്നേക്കുന്നത് 48. 48 16 മൈനസ് ചെയ്യണം. നമുക്ക് ബോഡി ഇറക്കം വന്നേക്കുന്നത് 48, അല്ല ഫുള്ളിറക്കം വന്നേക്കുന്നത് 48, ബോഡി ഇറക്കം വന്നേക്കുന്നത് 16. നമ്മുടെ ഫുള്ളിറക്കം 48. അപ്പോൾ 48 മൈനസ് 16. ഇപ്പം 32 സ്കേർട്ടിൻ്റെ ലെന്ത്. 48 16 മൈനസ് ചെയ്യുമ്പോൾ 32 വരും. നാൽപ്പത്തി 16 മൈനസ് ചെയ്യുമ്പോൾ 32 വരും. നമുക്ക് പാവാടയുടെ അതായത് സ്കേർട്ടിൻ്റെ ഇറക്കം വരുന്നത് 32. കൂടെ പിന്നെ ഒരു 2 ഇഞ്ച് കൂടെ മടക്കി തയ്ക്കാൻ കൂട്ടണം കേട്ടോ. അപ്പോൾ ആദ്യം വേസ്റ്റ് ഭാഗത്തെ വണ്ണം നോക്കണം. വേസ്റ്റ് ഭാഗത്തെ വണ്ണം വന്നേക്കുന്നത് 29. 29 2 ഇഞ്ചും കൂടെ ലൂസ് കൂട്ടണം. അപ്പോൾ 31. 31ൻ്റെ 4 ഒരു ഭാഗമാണ് ഈ നമ്മൾ കോണായിട്ട് മടക്കിയിട്ടേക്കുന്നത് ഈ ഭാഗത്തെടുക്കുന്നത് കേട്ടോ. 4 ഭാഗം, 31ൻ്റെ 4 ഭാഗം. അപ്പം 7.25 എടുക്കാം. 7.25 എടുക്കാം കേട്ടോ. 7.25 മാർക്ക് ചെയ്തതിന് ശേഷം എന്താ 7.25 ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് ഈ കോർണറിൽ നിന്ന് 7.25 ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടുന്നത് ലെന്ത് എടുക്കണം. അതായത് ഇറക്കം 32 എടുക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഈ ഓപ്പൺ വരുന്നില്ലേ, രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഓപ്പൺ വരുന്ന ഭാഗത്തു നിന്ന് ലെന്ത് പിടിക്കണം. 32 നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 1.5 2 കൂട്ടാം. മുകളിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1.5 ഇഞ്ച് പോവും. ഇവിടെ അടി മടക്കി തയ്ക്കാനായിട്ട് മൊത്തം 2 ഇഞ്ച് എടുക്കാം കേട്ടോ. 32 2 34. ഈ 34 എല്ലാ ഭാഗത്തും വേണം. 34 ഇങ്ങോട്ട് മാറ്റി നമുക്ക് 34 എടുക്കാം. ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ? വേസ്റ്റ് ഭാഗത്ത് വണ്ണം വന്നേക്കുന്നത് 29. ബോഡി അളവ് വന്നേക്കുന്നത് 2 കൂടെ ലൂസ് കൂട്ടി 31. 31ൻ്റെ 4 ഭാഗം 7.25. എന്നിട്ട് അവിടുന്ന് ബോഡി പാർട്ട് മൈനസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കിട്ടേക്കുന്നത് 32 ഇറക്കം. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ മടക്കി തയ്ക്കാൻ, മുകളിൽ അടി മടക്കി തയ്ക്കാനും മുകളിൽ നമ്മൾ ടോപ്പിൻ്റെ ഭാഗം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വരേണ്ടി പോകും. അതിനോട് കൂട്ടി 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്യാം. ഇനി നമ്മുടെ 34 ഇഞ്ച് ഇറക്കം വന്നേക്കുന്ന ഇവിടെ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ ഉണ്ടല്ല നമുക്ക് ഒരു ഭാഗത്ത് പാട് പീസായി.
ഒരു ഭാഗത്തായി, അത് ഫ്രണ്ട് പീസ്. ഇതേപോലെ നമുക്ക് തുണി മടക്കി ബാക്കി മടക്കിയിട്ടിട്ട് ഒരു പീസ് കൂടെ എടുക്കണം. എന്താ ഇത് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു ഭാഗത്ത് മനസ്സിലായി, ഇങ്ങനെ വരുമ്പോൾ ഒരു ഭാഗത്തെ ഇത് ബാക്കിലും കൂടെ ഉള്ളത് എടുക്കണം. ഇതേപോലെ നമ്മൾ തുണി മടക്കിയിട്ട് ഒരു പീസ് കൂടെ എടുക്കണം. ഇതേപോലെ ക്രോസ് ആയിട്ട് തുണി ആദ്യം മടക്കിയിടുക. രണ്ട് പീസും നമ്മൾ ക്രോസ് ആയിട്ട് മടക്കിയിട്ടിട്ട് നമ്മൾ ബാക്ക് ഒരു പീസ് കട്ട് ചെയ്തല്ലോ, അതും എടുത്ത് വെച്ച് കറക്റ്റ് അതേപോലെ കട്ട് ചെയ്യണം. ഇത് വേസ്റ്റ് ഭാഗത്ത് ഇനി നമുക്ക് ലെന്ത് ഭാഗം അതേപോലെ അമ്പർല ഷേപ്പിൽ നമ്മൾ മടക്കിയിട്ടുണ്ടല്ലോ. കണ്ടില്ലേ, രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കും ഫ്രണ്ടും. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് പാവാട പീസ് അമ്പല കട്ട് ചെയ്തത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബോഡി പാർട്ട് വെട്ടണം. ബോഡി പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഡിസൈൻ ഉണ്ടായത് നോക്കി ചെയ്യണം കേട്ടോ. അതിൻ്റെ ഡിസൈൻ മുകളിലോട്ടാണ്, അപ്പോൾ അത് നോക്കി വേണം തുണി മടക്കിയിടാനായിട്ട്. നമുക്ക് മുകളിലത്തെ ബോഡി പാർട്ട് വെട്ടാം. തുണിയെ 4ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് വേണ്ടുന്ന മണ്ണോ ഇറക്കും എടുക്കണം, ചെസ്റ്റ് മണ്ണോ ഇറക്കും എടുക്കണം. തുണിയെ 4ആയിട്ട് മടക്കി ഡിസൈൻ നോക്കി മുകളിലോട്ട് വെക്കണം കേട്ടോ. ഡിസൈൻ മുകളിലോട്ട് വെക്കണം. ബോഡി പാർട്ടിൻ്റെ ഇറക്കം വന്നേക്കുന്നത് 16 ഇഞ്ച്. 4ആയിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 പീസ് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ബോഡി പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് 16 ഇഞ്ച് ഇറക്കത്തിൽ, പിന്നെ വണ്ണം 34 ഇഞ്ച്, 16 ഇഞ്ച് ഇറക്കാം. 4ആയിട്ട് തുണി മടക്കിയിടണം. 16 ഇഞ്ചാണ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഇറക്കം വന്നേക്കുന്നത്. അപ്പോൾ ഒരു താഴെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യാൻ അരയിഞ്ച് പോവും, പാവാട പീസ് വേണം, ഇതും കൂടെ ബോഡി പാർട്ടും കൂടെ ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അരയിഞ്ച് പോകും. അപ്പം 16ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക, 17 ഇഞ്ച് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 34 ഇഞ്ചാണ് വണ്ണം വന്നേക്കുന്നത്. 34ൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടണം, 38 വരും. 38ൻ്റെ 4-1 ഭാഗം, 38ൻ്റെ 4-1 ഭാഗം വരുമ്പോൾ 9.5 വരും. അപ്പോൾ 9.5 നമുക്ക് ഇവിടെ കിട്ടുന്നു. പിന്നെ 1.5 ഇഞ്ച് തയ്യട്ടും കൂടെ തുണി മടക്കിയിട്ടപ്പോൾ 9.5, പിന്നെ 1 ഇഞ്ച് തയ്യട്ടും കൂടെ. 38 നമുക്ക് വേണ്ട, 9.5 വേണം, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യട്ടും കൂടെ കൂട്ടിയെടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഇറക്കം കിട്ടിയിട്ടുണ്ട്. 16ന് 17 എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ വന്നേക്കുന്നത് 14. ഷോൾഡറിൻ്റെ പകുതി എടുക്കണം കേട്ടോ, 7 ഇഞ്ച്. ഷോൾഡറിൻ്റെ പകുതി
7 ഇഞ്ച്. അതേ തന്നെ കൈക്കുഴി എടുക്കുക 7 ഇഞ്ച് കേട്ടോ. അവിടെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു എൽ ഷേപ്പ് വരും. ഇവിടെ നമുക്കാണ് ഈ ഭാഗത്താണ് നമുക്ക് സിസ്റ്റോൺ എടുക്കേണ്ടത്. നമുക്ക് 34 4 ഇഞ്ച് ലൂസ് കൂട്ടിയപ്പോൾ 38, 38ൻ്റെ 4 വന്ന് 9 വരെ. പിന്നെ വേസ്റ്റ് ഭാഗത്ത് വണ്ണം വന്നേക്കുന്നത് 29 വേസ്റ്റ് ഭാഗത്ത് ഞാൻ 2 ഇഞ്ച് വണ്ണം കൂട്ടിയിട്ടുള്ളൂ, ലൂസ് കൂട്ടിയിട്ടുള്ളൂ. 29 2 ഇഞ്ച് കൂട്ടുമ്പോൾ 31, 31ൻ്റെ 4 വന്ന് 7, 7.25 വരും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ എടുക്കണം. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ്. അപ്പോൾ ഈ സ്കെയിലിൻ്റെ വീതി അങ്ങ് എടുത്താൽ മതി. അത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്കിവിടെ കൈ കുഴിച്ചു വെട്ടണം. അപ്പോൾ ഈ ഇറക്കം നമ്മൾ എഴിച്ചെടുത്തില്ല, അതിൻ്റെ പകുതി ആദ്യം മാർക്ക് ചെയ്യുക. അപ്പോൾ 3.5 മാർക്ക് ചെയ്തതിന് ശേഷം ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ചിനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആം ഹോൾ റൗണ്ട് വന്നേക്കുന്നത് 17. അപ്പോൾ 17ൻ്റെ പകുതി കൂടെ കിട്ടുമെന്ന് നോക്കണം. 8.5. 8.5 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റാണ്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ കൊണ്ട് നമുക്ക് ഒരു അരയിഞ്ച് ഷേപ്പ് ചെയ്യണം. അതായത് നമുക്കിവിടെ ഈ കിട്ടിയ വണ്ണത്തിൻ്റെ പകുതി മാർക്ക് ചെയ്യാം. കിട്ടിയ വണ്ണത്തിൻ്റെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്നൊരു അരയിഞ്ച് എടുത്തിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കണ്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യുന്നില്ല, നെക്ക് ലാസ്റ്റ് ലൈനിങ് കൂടെ ഫിറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. ഷോൾഡർ കട്ട് ചെയ്തു. ബോഡി പാർട്ടിൻ്റെ ഷേപ്പാണ്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ണത്തിലൂടെ മുറിച്ച് പോകാം. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആംഹോൾ കുഴിച്ച് വെച്ചിട്ടില്ലേ, ഇവിടെ നിന്ന് ഇച്ചിരി 1/2 ഇഞ്ച് ഇറക്കി വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് ലൈനിങ് കട്ട് ചെയ്യണം. ബോഡി പാർട്ടിനും സ്കേർട്ടിന് ലൈനിങ് കട്ട് ചെയ്യണം. ലൈനിങ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ലൈനിങ്ങിനെ 2ആയിട്ട് ഞാൻ മടക്കി കണ്ടോ. ഒരു വശത്തെ 2ആയിട്ട് മടക്കിയതിന് ശേഷം അതിനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് മടക്കുക. കണ്ടോ, മടക്കിയിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കേർട്ടിൻ്റെ പീസ് ആദ്യം എടുക്കുക. ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം. അത് ഇതേപോലെ ക്രോസ് നമ്മൾ മറ്റേ കട്ട് ചെയ്തില്ലേ, പാട് പീസ് ക്രോസ് ആയിട്ടിട്ടില്ലേ, അതേപോലെ തന്നെ ഇടണം. എന്നാലേ നമുക്ക് ആ വീതിയിൽ കിട്ടുള്ളൂ. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബോഡി പാർട്ട് 34 തയ്യൽത്തുമ്പോഴോട് വരട്ടെ. അപ്പോൾ അതിനേക്കാളും ഒരു 2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി ലൈനിങ്ങിൽ കേട്ടോ. 32 എടുത്താൽ മതി. ഒപ്പം എടുത്താൽ കൂടുതലായിട്ട് നിൽക്കും. ചുളിവൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് മടക്കി. നമുക്ക് 32 മതി കേട്ടോ. കട്ട് മാറ്റാം.
എല്ലാ ഭാഗത്തും 32 ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇവിടെ നമുക്ക് ഇത്തിരി കുറവുണ്ട്, അവിടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. കണ്ടോ, ഇവിടെ 2 പീസ് ജോയിൻ ചെയ്തെടുക്കണം. ഈ 4 മടങ്ങിയിട്ട് 4 പീസ് ഞാൻ വരും. അപ്പം നമുക്ക് അവിടെ കുറവുള്ളത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് മുഖം കട്ട് ചെയ്യും. നമുക്കിവിടെ ഒരു കുറവുണ്ടല്ലോ, കണ്ടല്ലേ, കാണുന്നല്ലേ? ഇത്രയും ഭാഗം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇത് ഇതേപോലെ ക്ലോസ് ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം തയ്യൽത്തുമ്പ് അരയിഞ്ച് കയറ്റി വെക്കണം. കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് അവിടെ 32 നോക്കുക. നാലായിട്ട് ഞാൻ എടുത്തതിന് ശേഷം നമുക്കിവിടെ ജോയിൻ ചെയ്യണ്ടേ, അപ്പം മാറിപ്പോയിരിക്കാൻ വേണ്ടി ഒരു ഒട്ടിച്ച് കൊടുത്തത് അവിടെ വെച്ച് ജോയിൻ ചെയ്യാനുള്ളതാണ് ഉറപ്പ് വരുത്തും. അപ്പോൾ ഇതുമായിട്ട് ജോയിൻ ചെയ്ത് കറക്റ്റ് ആവും. നമുക്ക് മടക്കി വെക്കാം. പാവാട പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ബോഡി പാർട്ടിൻ്റെ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കാം. അത് ഇതേപോലെ തന്നെ തുണിയെ 4ആയിട്ട് മടക്കിടുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വേണ്ട ഇത് മെയിൻ പീസ് നമ്മൾ വെട്ടി വെച്ചത് കറക്റ്റ് അളവാണ്. ലൈനിങ് വെട്ടുമ്പോൾ ഇച്ചിരി കൂട്ടിയിട്ട് വെട്ടിക്കും. അപ്പോൾ അതിനകത്ത് ലൈനിങ്ങും മെയിൻ പീസും കൂടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലെവൽ ചെയ്യുക. അതാണ് നല്ലത് കേട്ടോ. ബോഡി പാർട്ട് കട്ട് ചെയ്ത് ഇനി നമ്മൾ സോപ്പിൻ്റെ പൊടിയാണ് ഇതിനെ നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് വെച്ചതിന് ശേഷം കറക്റ്റ് ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കൂടുതലായിട്ട് നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലൈനിങ് പീസും മെയിൻ പീസും കൂടെ മുകളിൽ കൂടെ വന്ന് സ്റ്റിച്ച് ചെയ്ത് ഓക്കെ ആക്കിയതിന് ശേഷം ഈ കൂടുതലായിട്ട് നിൽക്കുന്ന ലൈനിങ് പീസ് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ നമ്മൾ എന്തൊക്കെ വെട്ടി, ബോഡി പാർട്ടും വെട്ടി, പിന്നെ
പാവാട പീസും വെട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? സ്ലീവിന് ലൈനിങ് വേണ്ട. സ്ലീവിന് ലൈനിങ് വേണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. തുണിയെ അത് ഇതേപോലെ ഡിസൈൻ നോക്കണം കേട്ടോ. ഡിസൈനുള്ള തുണിയാണെങ്കിൽ ഡിസൈൻ മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ തലകീഴായി പോരുത്. തുണിയെ 4ആയിട്ട് മടക്കണം, 2 കൈക്കൂടുള്ളത് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കുക. ഡിസൈൻ മുകളിലോട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇറക്കം വന്നേക്കുന്നത് 21.5 അത് മുകളിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോവും. അടിയിൽ മടക്കി തയ്ക്കാനായിട്ട് ഒരു 1.5 കൂട്ട്. 21 1.5 കൂടെ കൂട്ടി 23 എടുക്കുക. ഇറക്കം വണ്ണം വന്നേക്കുന്നത് നമ്മുടെ കൈക്കുഴി എത്ര വന്നേക്കുന്നത്? 7 ഞാൻ എടുത്തേക്കുന്നത് കൈക്കുഴി. അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂടെ കൂട്ടണം. 7 കൈക്കുഴി എടുത്തേക്കുന്നത് 7 ഇഞ്ച്. അതിൻ്റെ കൂടെ 2.5 കൂടെ കൂട്ടുമ്പോൾ 7 2.5 കൂടെ വരുമ്പോൾ 9.5 വരും. 9.5 നമുക്ക് വേണം. എന്നിട്ട് ഇവിടെ അങ്ങനെ ലെവൽ ചെയ്യാം. നമ്മുടെ കൈക്കുഴി ലൂസ് വന്നേക്കുന്നത് 2.5 കൂടെ കൂട്ടി 7 × 9.5. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ഷേപ്പാക്കും. അതായത് ഇങ്ങനെ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് വരെ നേരെ പോകണം. 1.5 ഇഞ്ച് വരെ നേരെ പോയതിന് ശേഷം നമ്മൾ ഈ 3.5 ഇങ്ങനെ കൊണ്ടുപോകണം. കട്ട് ചെയ്യണം. ഇങ്ങനെ ഷേപ്പ് വരണം. എന്നിട്ട് നമ്മുടെ കൈയുടെ അടിവണ്ണം വന്നേക്കുന്നത് 11.5. അപ്പോൾ 5.5 6 എടുക്കാം കേട്ടോ. 11.5ക്ക് തികച്ച് 6 എടുക്കാം. 1 ഇഞ്ച് തയ്യെടുത്തുണ്ട്. സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇരുപത്തി 21.5 വേണ്ട. ഞാൻ മടക്കി തയ്ക്കാൻ എല്ലാം കൂടെ 1.5 കൂടെ കൂട്ടിയെടുത്തു. പിന്നെ വണ്ണം ലൂസ് വന്നേക്കുന്നത് 7 ഇഞ്ചാണ്. കൈക്കുഴി പൊളിച്ച് വിട്ടേക്കുന്നത്. അതിനോട് 2.5 ഇഞ്ച് കൂടെ കൂട്ടി 9.5. എന്നിട്ട് അവിടുന്ന് ആ ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തു. അടിയിൽ വണ്ണം വന്നേക്കുന്നത് 11.5. അതിൻ്റെ പകുതി 11.5 എന്നുള്ളത് ഞാൻ 6 ആക്കി 6 ഇഞ്ച് എടുത്തിട്ട് 12 വരും. പിന്നെ 1 ഇഞ്ച് തയ്യൽക്കുമ്പോൾ. ഓക്കെ, നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് തരും. സ്ലീവ്, ബോഡി പാർട്ട്, സ്കേർട്ടിൻ്റെ ഭാഗം. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ട് ചെയ്ത് ഇതാണ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൺലൈൻ ക്ലാസ്സിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ വരിക. എല്ലാ മോഡലും നൈറ്റി, ചുരിദാർ എല്ലാം ഉണ്ട്. ഫ്രോക്ക്, ഗൗണ്, സ്കേർട്ട് എല്ലാം തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് ഒരു 500 രൂപ ഫീസേ ഉള്ളൂ. താല്പര്യമുള്ളവർ വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.